ഹലോ, ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടും വേണം കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായ ബോഗൺവില്ലകളാണ് കേട്ടോ. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ബോഗൺവില്ലകൾ പൂക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, കുറേ പഴയ പൂകൾ വെട്ടാണ്ട്. ഞാൻ വെട്ടിയിട്ടൊന്നുമില്ല, എനിക്ക് സമയമില്ലാത്തതിനെ കൊണ്ട്, കല്യാണത്തിനെക്കൊണ്ട് എനിക്ക് കുറച്ച് വെട്ടാനൊന്നും സാധിച്ചില്ല കേട്ടോ. എപ്പോഴും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് പ്രത്യേക കെയറിങ് ഒന്നും വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് പൂക്കുന്ന ഒരു ചെടി ബോഗൺവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകമായിട്ട് ഒരു കെയറും വേണ്ട, പ്രത്യേകമായിട്ട് വളം ചെയ്യേണ്ട. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ബോഗൺവില്ലയ്ക്ക് വളം ചെയ്തിട്ടുള്ളൂ. DAP ഒരു പ്രാവശ്യം കുറച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ബോഗൺവില്ല പൂത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു 4-5 കളറ് ബോഗൺവില്ലകളുണ്ട്. ഞാൻ 2-3 വർഷമായിട്ടുള്ളൂ ബോഗൺവില്ലകൾ കുഴിച്ചിടാൻ തുടങ്ങിയിട്ട്. ഇപ്പം എനിക്ക് അതിങ്ങനെ സെലക്ട് ചെയ്യാനുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിട്ടുണ്ട്. എപ്പോഴും പൂക്കളാണ്. പൂക്കൾ വേനൽക്കാലമായാൽ നിറയെ പൂക്കളാണ്. ബോഗൺവില്ലേൻ്റെ പൂക്കൾ അവസാനിക്കാൻ പോവാണ് കേട്ടോ. വേണ്ടവർ വേഗം വേഗം വാങ്ങുക. ഇത് പൂക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് ഇതിൻ്റെ ചെടി എന്നുള്ളത്, ഏത് കളറാണ് ഓരോ ചെടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലത്തേക്കും ഒക്കെ വേണ്ടവർക്ക് വാങ്ങിച്ച് വയ്ക്കുക. അതിൽ തന്നെ കമ്പ് വെട്ടി വെച്ചിട്ട് കുറേ തൈകൾ ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള ബോഗൺവില്ലേൻ്റെ തൈകളാണ്. എല്ലാം പൂട്ട തൈകളാണ്, കണ്ടില്ലേ. ഇപ്പം മജന്ത കളറും ഹവായ് വൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി 3 തീർന്നു കേട്ടോ. ഹവായ് വൈറ്റ് എന്ന് പറയുന്നത് നല്ല വെള്ളപ്പൂവായിരിക്കും. പിന്നെ അതിൽ നിറയെ ഒരു പിങ്ക് ഷെയ്ഡ് വരും, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ മജന്ത കളറും നിറയെ പൂ ഉണ്ടാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നിങ്ങൾക്ക് തരുന്നത്, കണ്ടില്ലേ. ഇതെല്ലാം ഓരോരോ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്, എല്ലാം പൂത്തതാണ്. ഈ 10 മണീൻ്റെ ചെടികൾ എല്ലാം ഡബിൾ പെറ്റലാണ്. ഇതിന് ഓരോന്നിനും ഓരോരോ പേരുണ്ട്, എനിക്കറിയില്ല. ഒന്ന് മാത്രമേ സിംഗിൾ പെറ്റലായിട്ടുള്ളതുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ചെറിയ റോസ് പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാതിരിയുള്ളതാണ്. ഒരു 4-5 കളറിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഓരോരോ കട്ടിങ്സ്, ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ഞാൻ 5 രൂപയ്ക്ക് നൽകും. നല്ല ഭംഗിയാണ്. 10 മണിയാകുമ്പോഴത്തേക്ക് നിറയെ വിരിഞ്ഞ് നിൽക്കും. ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ 10 മണീൻ്റെ മുമ്പ് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓരോന്ന് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഇത് എല്ലായ്പ്പോഴും പൂവുണ്ടാവും 10 മണി ചെടികളിൽ. ഇത് എൻ്റെ വീട്ടിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ്. 3 കളറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. ഗ്രൗണ്ട് ഓർക്കിഡ്, വയലറ്റും വെള്ളയും, പിന്നെ വേറെ 2-3 കളറ് കൂടിയ ഒരു പൂവും. ഓരോരോ തൈയും ഞാൻ 50 രൂപയ്ക്കാണ് നൽകുന്നത്. നിങ്ങൾക്ക് തരുന്നത് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയായിരിക്കും കേട്ടോ. അതുപോലെയുള്ള വലിയ തൈയായിരിക്കും തരിക. ഇത് വെള്ളപ്പൂവിൻ്റെ സ്പൈക്ക് വന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് വലിയ സ്പൈക്കാവും, എന്നിട്ട് നിറയെ പൂവുണ്ടാവും. ഇത് പൂവുണ്ടായാൽ കുറേ കാലം ഉണ്ടാവും, തൊഴിഞ്ഞു പോവില്ല. കുറേ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞിട്ടേതാ ഇത് കണ്ടിട്ട്. ഇത് എന്നോ വിരിഞ്ഞതാണ്. ഇപ്പം ഇങ്ങനെ തൊഴിഞ്ഞ് ഉണങ്ങി വരുന്നേ ഉള്ളൂ. അത്രയും വലിപ്പം വെക്കും ഓരോരോ സ്പൈക്കും. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എല്ലായ്പ്പോഴും പ്രത്യേക കെയറിങ് വേണ്ടാതെ പൂവുണ്ടാവുന്ന ഒരു ചെടി. ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ. മൈസൂർ ജാസ്മിൻ കുറ്റിമുല്ല, നല്ല സ്മെല്ലാണ്. ഡബിൾ പെറ്റിലാണ്. ഇതിൻ്റെ പൂവിന് നല്ല സ്മെല്ലാണ് കേട്ടോ. അത് ഓരോരോ തൈയും ഞാൻ 30 രൂപയ്ക്ക് നൽകും കേട്ടോ. അതൊരൊറ്റ തൈയാണ്, 2-3 സ്റ്റമ്മൊക്കെ വന്ന് പൂ ഇട്ട് കൊടുക്കുന്ന തൈയാണ് കേട്ടോ. ഇത് റോസ് തെച്ചീൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈ കേട്ടോ. ഇത് ഇത്ര പോകുന്ന ഒരു തൈ ഞാൻ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് 2 തൈയാണ്, അതിൽ ഒരു തൈ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് മിനിയേച്ചർ തെച്ചിയാണ്. ഈ മിനിയേച്ചർ തെച്ചി ഞാൻ ഓരോരോ ഇത് 2 തൈയാണ്, 2 ചെടിയാണ്. ഇതിൽ ഒരു ചെടി 30 രൂപയ്ക്ക് നൽകും കേട്ടോ. ഈ ഒരു പോട്ടിലുള്ള മൊത്തം 2 ചെടിയാണ്. ഈ 2 ചെടി എല്ലാത്തിനും 2-3 സ്റ്റമ്മൊക്കെ വന്നതാണ്, 3-4 സ്റ്റമ്മ് വന്നതാണ്. ഓറഞ്ച് കളർ എല്ലാം കൂടെയുള്ള മിനിയേച്ചർ തെച്ചിയാണ് കേട്ടോ. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉപയോഗിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വെയിലത്ത് വെക്കുമ്പോൾ നല്ല മെറൂൺ കളറാവും. വെട്ടി കൊടുക്കുക വേണം കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ.
ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് ഓരോരോ തൈയും ഞാൻ 10 രൂപയ്ക്ക് നൽകും. ഇതിൻ്റെ ഓരോരോ തൈയും 10 രൂപയ്ക്ക് നൽകും. ഇതൊരു പോട്ടിൽ നിറയെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പെൻഡാസിൻ്റെ പിങ്ക് കളറാണ്. ഇതിൻ്റെ ഓരോരോ തൈയും ഞാൻ 20 രൂപയ്ക്ക് നൽകും. ഇതിൻ്റെ വലുത് വേണ്ടവർക്ക് വലുതുണ്ട് കേട്ടോ. ഒരു പോട്ട് നിറയെ വെക്കാൻ പറ്റിയ വേണ്ടത് വേണമെങ്കിൽ വേറെ ഉണ്ട്. ഇത് ഒരു ക്രോട്ടൺ ചെടിയാണ്. നല്ല ഭംഗിയാണ്. ഈ ക്രോട്ടൺ ചെടി നല്ല വെയിലത്ത് നല്ല മഞ്ഞ കളറാവും. നമുക്ക് ഗാർഡൻ്റെ നടുക്കൊക്കെ ഒരു കൂട്ടായിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ വെട്ടി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അധികം വലുതാവാണ്ട് 25 രൂപയ്ക്ക് ഈ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈ തരും. ഇതും ഒരു ക്രോട്ടൺ ചെടിയാണ്. ഇതും 25 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈ തരും. ഈ തൈ തരും കേട്ടോ. ഈ ഇല ഇങ്ങനെ ചുരുണ്ട് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. ഈ ചെമ്പരത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈ 60 രൂപയ്ക്ക് നൽകും കേട്ടോ. റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. റോസ് പൂ വിരിഞ്ഞ മാതിരി ഉണ്ടാവും. ഇതിൻ്റെ കണ്ടില്ല, ഇത്ര പോകുന്ന തൈയാണ്. നിങ്ങൾക്ക് ഞാൻ 60 രൂപയ്ക്ക് നൽകുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇത്ര പോകുന്നതിന് ഇത് വയലറ്റ് ചെമ്പരത്തി കേട്ടോ. അതിൻ്റെ പൂവ് എൻ്റെ കയ്യിലില്ല കാണിക്കാൻ. അതും അത്ര തന്നെ പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് കേട്ടോ. അതും 60 രൂപയ്ക്ക് നൽകുക. ഇത് പാർവതീൻ്റെ തൈയാണ്. വയലറ്റ് പാർവതി കേട്ടോ. അതും ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ് കേട്ടോ. ഞാൻ വീഡിയോ പിടിച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അതും ഞാൻ 25 രൂപയ്ക്ക് നൽകും. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പെൻഡാസിൻ്റെ കുറച്ച് വലിയ ഒരു പോട്ടിൽ വെക്കാൻ മാത്രമുള്ളതാണ്. ഇത് ഞാൻ 40 രൂപയ്ക്ക് നൽകും കേട്ടോ. 2-3 സ്റ്റെമ്മും 3-4 ഷൂട്ടൊക്കെ വന്നു കൊടുക്കുന്നുണ്ട്. ഇത് 40 രൂപയ്ക്ക് ഞാൻ നൽകും. ഇത് വെള്ള റോസാണ് കേട്ടോ. ഈ വെള്ള റോസ് ഓൺ റൂട്ട് റോസാണ്. നിറയെ പൂവുണ്ടാവും. നിറയെ പൂവും മൊട്ടും ഉണ്ടാവും. വീഡിയോ പിടിച്ചത് ശരിയല്ല, അതുകൊണ്ടാണ് കേട്ടോ. 60 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈ തരും കേട്ടോ. ഈ ചെടി ഈ പോട്ടിൽ നിങ്ങൾ കണ്ടില്ല, അത് ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാണ്. 60 രൂപയ്ക്ക് നാടൻ റോസയാണ്. 60 രൂപയ്ക്ക് നൽകും കേട്ടോ. നിറയെ മൊട്ടുകളും ഉണ്ട്. അത്ര കേടാവില്ല, ഓൺ റൂട്ട് റോസായതിനെ കൊണ്ട്. പിന്നെ ഇത് സിങ്കോണിയത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഇലയാണ്. ഇത് ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് 20 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈയായിരിക്കും നിങ്ങൾക്ക് നൽകുക. ഇതൊരു പോട്ട് നിറയെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വളർത്താം. നല്ല വെയിലൊന്നും വേണ്ട, ഷെയ്ഡിലും വയ്ക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മോൺസ്റ്റാർ ചെടി കേട്ടോ. നല്ല ഇല നമ്മൾ നല്ലോണം തുടച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല മാതിരി ഉണ്ടാവും. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഇതിന് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം. ഇത് നല്ല വെയിലേ വേണ്ട. നല്ല വെയിലാകുമ്പോൾ ഇല ഇങ്ങനെ മഞ്ഞ നിറയി വരും. ഈ ഡിസൈൻ ഈ ഇല നിറയെ വരും. പിന്നെ ഓരോരോ വലിയ തൈയും ഞാൻ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. പിന്നെ 20 രൂപയ്ക്ക് അതിൻ്റെ ചെറിയ തൈയൊക്കെ നൽകുന്നുണ്ട്. അത് വേണ്ടവർക്ക് അതും നൽകും കേട്ടോ. നല്ല ഭംഗിയാണ് ആ ഡിസൈന്. ഇത് ബോർഡർ ഗ്രാസ് ആണ്. ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം 10 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാണ്ടെല്ലാം വളർത്താം. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ചെറിയ ചെടി 20 രൂപയ്ക്ക് നൽകുക. ഇതിൻ്റെ വലിയതായി ഈ ഡിസൈൻ വന്ന ഇത് കുറച്ച് നല്ല വലിയ ചെടിയാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഇത് 40 രൂപയാണ് കേട്ടോ. നിറയെ ഡിസൈനൊക്കെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വളർത്താം. പ്രത്യേക കയറിങ് ഒന്നും വേണ്ട. നനച്ചാലും നനച്ചില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നവുമില്ല. എത്ര ദിവസത്തേക്ക് നനച്ചില്ലെങ്കിലും അത് വാടൂല. എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഒരിറ്റു വെള്ളം കൊടുത്താൽ മതി. ഇത് ബിഗോണിയ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഈ പൂ ഇതിൽ നിറഞ്ഞുണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഒരു നല്ല വെയിലും വേണ്ട, നല്ല തണലും വേണ്ടാത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ വലിയ തൈ 20 രൂപയ്ക്ക് നൽകും. കട്ടിങ്സ് വേണ്ടവർക്ക് 10 രൂപയ്ക്ക് നൽകും. ഇത് കുറുന്തോട്ടിയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാണ്ടും എല്ലാം വളർത്താം കേട്ടോ. ഞാൻ ഹാങ്ങിങ് ആയിട്ടല്ല വെച്ച് ഇവിടെ ഒരു പ്ലാവിൻ്റെ മരട്ടിങ്ങനെ കല്ല് വെച്ചിട്ട് റൗണ്ടിൽ വളർത്തിയതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. 10 രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും. ഇത് അഗ്ലോണിമാണ്. നല്ല ഭംഗിയുള്ള ലീഫാട്ടോ. ഇത് ഞാൻ 40 രൂപയ്ക്ക് ഇത്രയും വലിയ ഹെൽത്തി ആയിട്ട് ചെടി നൽകിയ. ഇതിൻ്റെ ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ.
ഇതിൻ്റെ ഇല ഒരു പ്രത്യേക ഡിസൈനാണ്. ഇത് ഇതും അഗ്ലോണിയമാണ്. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ ഞാൻ 40 രൂപയ്ക്ക് നൽകും. ഇതിൻ്റെ ഷൂട്ടല്ല കേട്ടോ, ഈ ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാണ് പറഞ്ഞത്. 40 രൂപയ്ക്ക് നമുക്ക് ഷെയ്ഡിൽ വയ്ക്കാം. നല്ല വെയിൽ വേണ്ടാന്നേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേക പരിഗണന ഒന്നും വേണ്ട, ഒന്നും ആവില്ല. ഞാൻ മഴയത്ത് ചെറിയ വെയിലുള്ള ഇടത്തിൽ തന്നെയാണ് വയ്ക്കാറ്. എനിക്ക് എല്ലാം ഒന്നും തണലത്ത് വയ്ക്കാനുള്ള സൗകര്യമില്ല, അപ്പോൾ അതിനനുസരിച്ച് ഒന്നും ആവാറില്ല. നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫൊക്കെ കാണാൻ. ഇതൊരു അഗ്ലോണിയമാണ്, നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടില്ല. പിന്നെ നമുക്ക് ഇത് 2 ചെടിയാണ് ഇതിൻ്റെ അകത്തിൽ. ഇത് നിങ്ങൾക്ക് ഞാൻ ഒരു പോട്ടിൽ വെക്കാനുള്ള വലിയ ചെടീനായിരിക്കും തരിക. ഒരു 5-6 ലീഫുള്ള ചെടി 50 രൂപയ്ക്ക്. ഇതാ ഇത്ര പോകുന്നത് ഈ ചെടിയായിരിക്കും നിങ്ങൾക്ക് ഞാൻ 50 രൂപയ്ക്ക് നൽകാം. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വളർത്താം. ഇതിന് നല്ല വെയിൽ വേണ്ട, നമുക്ക് ഷെയ്ഡിൽ വയ്ക്കാം. ഷെയ്ഡിലും വയ്ക്കാം, ചെറിയൊരു വെയിലിട്ടാൽ ഒരു കുഴപ്പമില്ല. നല്ല വെയിലാകുമ്പോൾ ഇല അങ്ങനെ കരിയും, ഒരിഞ്ഞ വെയിലത്ത് വെക്കുമ്പോൾ. ഇത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ്. ഇതിൻ്റെ ഒരു തൈ ഞാൻ 20 രൂപയ്ക്ക് നൽകും. ഇത് മൊത്തമായിട്ട് വേണമെങ്കിൽ 50 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ് പൂ കാണാൻ. പ്ലാസ്റ്റിക്കിൻ്റെ പൂവും അധികം ഉണ്ടാവും, ഇതിൻ്റെ പൂ നിറയെ ഉണ്ടാവുകയും ചെയ്യും. ഒരു ചെടി വേണ്ടവർക്ക് 20 രൂപയ്ക്ക് നൽകുക. ഇത് ബിഗോണിയയിലെ റെഡ് പൂ ഉണ്ടാവും. ഈ പൂ ഇതിൽ നിറയെ ഉണ്ടാവും കേട്ടോ. 40 രൂപയ്ക്ക് ഇത് നൽകുക. പിന്നെ ചെറിയ തൈകളൊക്കെ ഞാൻ 20-25 രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചെറിയ തൈയില്ല, ഇത് കുറച്ച് നല്ല വലിയ തൈയാണ്. ഇത് കുറേയൊന്നുമില്ല, 2 എണ്ണേ ഉള്ളൂ. ഇതൊന്ന് പിന്നെ വേറെ ഒന്ന് എക്സ്ട്രാ ചെയ്യുള്ളൂ കൊടുക്കാൻ. ഇത് അരേലിയൻ്റെ ചെറുതാണ്. ഇത് ഞാൻ 20 രൂപയ്ക്ക് നൽകും. അരേലിയൻ്റെ വലുത് വേണ്ടവർക്ക് വലുതുണ്ട് കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോട്ടോ ഇട്ട് തരും. ഇത് എപ്പീഷ്യൻ്റെ റെഡ് പൂ ഉണ്ടാവുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള തൈ 15 രൂപയ്ക്ക് നൽകും. നല്ല ഭംഗിയാണ്. എപ്പീഷ്യൻ്റെ ലീഫിന് ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഇത് ആടലോടമാണ്. കുട്ടികൾക്ക് ശ്വാസം മുട്ടലിനും പനിക്കും ചുമയ്ക്കും ഒക്കെ ഇതിൻ്റെ ഇല വാട്ടി കൊടുക്കാൻ നല്ലതാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള തൈ 40 രൂപയ്ക്ക് നൽകും. നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചെടി നിർബന്ധമാണ്. പനി ചുമ ശ്വാസം മുട്ടൽ കഫക്കെട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇതിൻ്റെ ഇല ചെറിയ അടലോടൊക്കെ നാട്ടോ ഇതെന്ന് പറയാം. ഇത് വെരിഗേറ്റഡ് അരേലിയാണ്. ഈ ചെടി ഞാൻ 20 രൂപയ്ക്ക് നൽകും. അതുപോലെ ഇതിൻ്റെ വലിയ ചെടി വേണ്ടവർക്ക്, ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം വേണ്ടവർക്ക് അതും ഉണ്ട്. അത് വേണ്ടവർ പ്രത്യേകമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്. 20 രൂപയ്ക്ക് ഈ തൈ നൽകും. നല്ല മഞ്ഞ പാഷൻ ഫ്രൂട്ടാട്ടോ, നല്ല മധുരമാണ്. ഇത് ഒരു ക്രോട്ടൺ ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ ഓരോരോ തൈയും 25 രൂപയ്ക്ക് നൽകും. ഇതിൽ ചെറിയൊരു പൂവ് ഉണ്ടാവും കേട്ടോ. ഇതൊരു മഞ്ഞ പൂ ഉണ്ടാകുന്ന ചെടിയാണ്. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. 25 രൂപയ്ക്ക് ഈ ചെടി നൽകും. ഇതൊരു കുറ്റിച്ചെടിയാണ്, നിറയെ മഞ്ഞ പൂ ഉണ്ടാവും. റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇതൊരു കോട്ടൺ ചെടിയാണ്. നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീഫ് കാണാൻ. നല്ല വെയിൽ മാത്രം മതി, പ്രത്യേക വേറെ ഒരു കെയറിങ്ങും വേണ്ട ഇതിന്. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഓരോരോ തൈകൾ, അടിയിലിതാ കുറേ കമ്പുകൾ, റൂട്ട് വന്ന ഹെൽത്തി ആയ തൈകൾ. ഈ തൈകളൊക്കെ ഇതുപോലെ ആവട്ടോ. നമുക്കൊരു പോട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ്. 25 രൂപയ്ക്ക് ഓരോരോ തൈ നൽകും. ഈ കോട്ടൺ ചെടീൻ്റെ ഇതും ഒരു കോട്ടൺ ചെടിയാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണെങ്കിൽ ഇതിങ്ങനെ നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഈ മെറൂൺ കളറിലേക്ക് റെഡ് കളറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല വെയിലത്ത് വെച്ചാൽ മതി. 25 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓരോരോ തൈ നൽകും. ഇതൊരു ബിഗോണിയാണ്. ഒരു പോട്ടിലുള്ളതിന് മൊത്തം ഞാൻ 25 രൂപയ്ക്ക് നൽകും. ഇതിൻ്റെ ലീഫ് നല്ല വെള്ളറ്റ് മാതിരി നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പോട്ട് നിറയുള്ള 25 രൂപ കേട്ടോ. ഇത് നമുക്ക് മഴ കൊണ്ടാലൊന്നും ഒരു പ്രശ്നമില്ല, പ്രത്യേക കയറിങ്ങൊന്നും വേണ്ട. നല്ല പൊരിഞ്ഞ വെയിലാകുമ്പോൾ മാത്രം ഇല ഇങ്ങനെ കരിയും.
അതാണ് നമുക്ക് ഷെയ്ഡിലോ എവിടെ വേണം വയ്ക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആഗ്ലോണിമേൻ്റെ ചെറുതിട്ട് ആഗ്ലോണിമ ഡിഫൻ ബാച്ചിയൻ്റെ ഒക്കെ ചെറിയ ചെറിയ തൈകൾ. ഇത് ഞാൻ വലുപ്പത്തിനനുസരിച്ച് 20-25 രൂപ തോതിൽ നൽകും. നല്ല ഭംഗിയാണ് ലീഫ്, കണ്ടില്ലേ? ഡിഫൻ ബാച്ചിയൻ്റെ തൈകളുണ്ട്. അപ്പോൾ കുറച്ചധികം തൈകളുണ്ട്. ഇതിൻ്റെ ലീഫാണ് ഭംഗി, നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ. ഇത് ലക്കി ബാമ്പുവിൻ്റെ തൈയാണ് കേട്ടോ. ഇത് ലക്കി ബാമ്പുവിൻ്റെ തൈയാണ്. ഈ ലക്കി ബാമ്പുവിൻ്റെ ഇത്രയും വലിയ തൈ 25 രൂപയ്ക്ക് നൽകും. ഇതിൻ്റെ കുറച്ചൊരു ചെറുപ്പുള്ള തൈ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഇത്ര പോന്ന തൈ 20 രൂപയ്ക്ക് നൽകും. നല്ല തൈയായിരിക്കും നിങ്ങൾക്ക് തരിക. ഇത് എപ്പീഷ്യൻ്റെ റെഡ് പൂ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ലീഫ് വേറൊരു വ്യത്യാസമുണ്ട്. ഇത് ഇത്ര പോന്ന ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ 15 രൂപയ്ക്ക് നൽകും. എപ്പീഷ്യ പൂവിനേക്കാട്ടും ഭംഗി അതിൻ്റെ ഇലകൾക്കാട്ടോ. ഇത് എപ്പീഷ്യൻ്റെ പിങ്ക് കളർ പൂ ഉണ്ടാകുന്നതാണ്. ഇതും 15 രൂപയ്ക്ക് ഇത്രയും പോന്ന ഹെൽത്തി ആയിട്ട് തൈയായിരിക്കും നിങ്ങൾക്ക് നൽകുക. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. പ്രത്യേക പരിചരണമൊന്നും വേണ്ട ഇതിനൊന്നും. ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ്. 10 രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും. ഇതിൽ മെലസ്റ്റോമേൻ്റെ ചെറിയ പൂവില്ലേ, അതുപോലുള്ള പൂവുണ്ടാവും കേട്ടോ, നിറയെ ഉണ്ടാവും പൂവ്. ഇതൊരു വാട്ടർ പ്ലാന്റാണ്. ഇതിൽ ഒരു വെള്ളപ്പൂവ്, ഒരു വലിയ സ്പൈക്ക് വന്നിട്ടൊരു വെള്ളപ്പൂവ് നിറയെ ഉണ്ടാവും. അത് കുറേ ദിവസം നിൽക്കും കേട്ടോ ആ പൂവ്. ഞാൻ 40 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ തരും കേട്ടോ. ചെറിയ തൈ 20 രൂപയ്ക്ക് നൽകും. ചെറിയ തൈ വേണ്ടവർക്ക്. ഇത് നീലാമരീൻ്റെ ചെടിയാണ്. കുറച്ച് നല്ല വലിയ ചെടിയാണ് കേട്ടോ. വലിയ ചെടി 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഓരോരോ ചെടി നമുക്ക് വെളിച്ചെണ്ണ മുറുക്കാനും പിന്നെ ഡൈ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. നീലാമരി, മൈലാഞ്ചി നീലാമരിയും കൂടെ നരയ്ക്കരച്ച് തേച്ചാൽ നല്ലതാണ്. ഇത് വള്ളിച്ചീരയാണ്. വള്ളിച്ചീരേൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. കുറച്ച് നല്ലോണം വലുതായിട്ട് വലിയ തൈ 25 രൂപയ്ക്ക്. അതിൻ്റെ അടുത്ത തൈ തന്നെ എല്ലാം വലിയ തൈകളാണ്, 20 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ചീരയാണ് വള്ളിച്ചീര. ഇതിൽ തന്നെ വിത്ത് വന്നിട്ട് നമുക്ക് പാകിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വള്ളിച്ചീരേൻ്റെ. ഇത് ചീരാമുളകിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. കുറച്ച് വലിയ തൈകളാണ്. ഇതിന് 20 രൂപയായിട്ട് 25 രൂപയായിട്ട് നൽകും കേട്ടോ. ഇത് മഴക്കാലമല്ലേ വരുന്നത്. നമ്മളൊരു സിമെൻറ്റിൻ ചാക്കിലോ ഗ്രോ ബാഗിലോ അങ്ങനെ വെച്ചാൽ, കുറച്ച് ചണ്ടിയിട്ട് മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കെയറിങ്ങും വേണ്ട, നിറയെ കായകൾ ഉണ്ടായിക്കോളും. ഞാൻ കുറേ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓരോരോ ചാക്കുകളിൽ. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പച്ചമുളകിന് പകരം ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതൊരു വെള്ളപ്പൂ ഉണ്ടാവുന്ന ചെടിയാണ്. കൊല കൊലയായിട്ട് പൂവുണ്ടാവും. ആ പൂവുണ്ടായ 3-4 മാസം നിൽക്കും. ആ പൂവ് ഒരു 20 രൂപയ്ക്ക് ഹെൽത്തി ഉള്ള വലിയ തൈ തരും കേട്ടോ. ഇതിൻ്റെ വേരിൽ തന്നെ പിന്നെ പൊട്ടിയിട്ടുണ്ടാവും. പ്രത്യേകമായിട്ട് പരിചരണമൊന്നും വേണ്ട, നന്നായി ഉണ്ടായിക്കോളും. ഇത് കോളിയസിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ വെയിൽ നനച്ചിട്ടു ഭയങ്കര ചൂടല്ലേ, എൻ്റെ ഇല ഇങ്ങനെ കരിഞ്ഞു പോവുക. അത്രയ്ക്കും ചൂടായി എന്നെക്കൊണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടും വേണേ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളപ്പൂവിൽ പിങ്ക് ഷെയ്ഡ്, ഈ പിങ്ക് ഷെയ്ഡ് നിറയെ ഉണ്ടാവും. ഇത് 3-ാം വട്ടം ഉണ്ടായി വന്നിട്ടേ ഉള്ളൂ. നല്ലോണം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തെ ഈ പിങ്ക് ഷെയ്ഡ് നിറയെ ആവും. ഈ വെയിൽ മഴ വരാൻ വൈകുന്നതിനനുസരിച്ച് നമുക്ക് ബോഗൺവില്ലേൻ്റെ പൂവുണ്ടാവും. മഴ